മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ബോക്സ് ഓഫീസിന്റെ തലപ്പത്തെത്തണമെന്ന് ശപഥം ചെയ്ത ഒരു മനസ്സാണ് അയാൾക്കുള്ളത്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK ആൻഡ് ടുഡേ ദൃശ്യം 3. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എത്രത്തോളം സന്തോഷത്തിലാണ്, എത്രത്തോളം എക്സൈറ്റ്മെൻറ്റിലാണെന്നുള്ളത്. വേറെ ഒന്നുമല്ല, മെയ് 21 നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ. ഈ ഒരു ബർത്ത്ഡേയിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് കൊടുക്കാൻ പറ്റിയത് ദ ബെസ്റ്റ് ഗിഫ്റ്റ് അതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദൃശ്യം 3 ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. ഒരുപാട് പേര് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ ട്രോളിയിട്ടുണ്ടായിരുന്നു. സീരിയൽ ലെവൽ മേക്കിംഗ്, അല്ലെങ്കിൽ ഏതോ കാലത്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറേ പടങ്ങൾ പൊട്ടിയതാണ്, ഇതൊരു ഭയങ്കര ആവറേജ് അഫയർ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇതോടുകൂടെ അദ്ദേഹത്തിൻ്റെ വെടി തീരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് ഒടുക്കം അതിനുള്ള മറുപടി ദൃശ്യം 3. എന്താണ് പറയാനുള്ളത്? ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. ഒരു തേർഡ് പാർട്ട് വരുമ്പം അതിൻ്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ സിനിമ ഈ സിനിമകളുടെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ട് പോകുക എന്നുള്ളത് ഏതൊരു ഫിലിം മേക്കറിനും ഭയങ്കര വലിയൊരു ചാലഞ്ചായിരിക്കും. പക്ഷെ ആ ഒരു ചാലഞ്ച് നല്ല ഗംഭീരമായിട്ടാണ് ജിത്തു ജോസഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു കൈയടി കൊടുക്കുകയാണ്. ആ കൈയടി ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദൃശ്യം എന്നുള്ള ഈ ഒരു സിനിമയുടെ ദ സോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ജോർജ് കുട്ടിയുടെ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫിൽ വളരെ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് പെരുമാറുന്ന ജോർജ് കുട്ടി. ചിലപ്പോഴൊക്കെ ജോർജ് കുട്ടിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ കാണുമ്പോൾ എന്ത് പറ്റി ജോർജ് കുട്ടിക്ക് ഒരു ഉഷാറില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. പക്ഷെ അതിനും വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അലേർട്ടായി മാറുന്ന ജോർജ് കുട്ടി, വരുന്ന അപായങ്ങൾ കുറച്ച് മുൻകൂട്ടി കാണാൻ പ്രാപ്തിയുള്ള ജോർജ് കുട്ടി. ഈ ജോർജ് കുട്ടിയുടെ ആ ഒരു സെൻസാണ് ശരിക്കും ഈ സിനിമയുടെ സോള്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡയറക്ഷനിലേക്ക് ഒന്നുമല്ല സിനിമ പോകുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നിടത്തൊന്നും ഈ സിനിമ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. നല്ല ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത ഒട്ടനവധി ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സിദ്ദീഖിൻ്റെ ക്യാരക്ടർ നല്ല ഗംഭീരമായിട്ട് ചെയ്തു. നമ്മളുടെ തോമസ് ബാസ്റ്റിനായിട്ട് നമ്മളുടെ സ്വന്തം മുരളി ഗോപി, അദ്ദേഹം വളരെ മനോഹരമായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മീന, എസ്തർ, പിന്നെ അൻസിബയുടെ കാര്യം തീർച്ചയായിട്ടും പറയണം. അൻസിബ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇതൊന്നുമല്ല. ദൃശ്യം എന്നുള്ള ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു മർഡർ എന്നുള്ള ആ ഒരു മിസ്റ്ററി അതിങ്ങനെ 3 സിനിമകളിൽ കണ്ടിന്യൂ ചെയ്ത് വരുമ്പം ഇതിൽ എന്ത് പുതുമ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ദൃശ്യത്തിൻ്റെ ക്രക്സ്. അവിടെ വരുന്ന സമയത്താണ് നമ്മളെ വീണ്ടും ദൃശ്യം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ സോൾ ഓഫ് ദ ഫിലിം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തിനാണ് കയ്യടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഈ ഒരു സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത്. ഈ 4 കാര്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ചാറ്റ് ബോക്സ് നിങ്ങൾക്കായിട്ട് ഞാൻ തുറന്നിട്ടിരിക്കും. വന്നോളുക, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളുക. പക്ഷേ ഇത് എൻ്റെ അനാലിസിസിൻ്റെ കോൺഫിഡൻസ് ആണ്. ദൃശ്യത്തിൽ ജോർജ് കുട്ടിക്ക് മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുള്ളത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിനകത്തു നിന്ന് തന്നെയായിരിക്കും. ദൃശ്യം 3 നമ്മൾ കാണാൻ സാധ്യതയുള്ള മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച, ഒരു പക്ഷേ ദൃശ്യം 1 മെയിൻ വില്ലൻ, നമ്മളെ എല്ലാവരെയും നല്ല രീതിയിൽ വെറുപ്പിച്ച സഹദേവൻ്റെ ഒരു റിട്ടേൺ തീർച്ചയായിട്ടും ദൃശ്യം 3 ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പല പ്രഡിക്ഷൻസും അല്ലെങ്കിൽ പല പ്രഡിക്ഷൻ വീഡിയോസും ഞാൻ കണ്ടെങ്കിലും ഈ ഒരു ഫാക്ടർ അധികാരം എംഫസൈസ് ചെയ്ത് ആരും പറഞ്ഞായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു സ്പോയിലർ ഒന്നുമല്ല, പക്ഷേ യെസ്, തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ, വേണ്ട, എല്ലാവരും സ്പോയിലേഴ്സ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ റിവ്യൂവിൽ ഒരു സ്പോയിലറും പറയുന്നില്ല. പക്ഷേ ദൃശ്യം 3 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗംഭീര സിനിമ തന്നെയാണ്. ഒരു ഗംഭീര ത്രീക്വലാണ് ഈ സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, ഈ പടം കാണുക, എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. മോളിവുഡിൻ്റെ പുതിയ ബ്ലോക്ക് ബസ്റ്റർ ഇസ് ഹിയർ ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദ റെക്കോർഡ്സ് ബിയോണ്ട് ഡൗട്ട്സ്. ദൃശ്യം 3, ലാലേട്ടാ, happy birthday.